ആ ബൈക്കിൽ പോണോ കാറിൽ പോണോ? അലേഹ ഏതിലാണ് അലേക്ക് ഇൻട്രസ്റ്റ് നോക്കട്ടെ. അലേ പറ ഏതിൽ പോണോ? ബൈക്കിൽ പോണോ കാറിൽ പോണോ? ഏതിൽ പോയാലും വേണ്ടില്ല, എന്നെ കൊണ്ടുപോയാൽ മതിയെന്ന്. കേറി 1 2. ഗൈസ് നമ്മളിന്ന് കുട്ടി ഫാമിലി ആയിട്ട് പോവുകയാണ്. ഫ്രണ്ടിൽ അലേഹ, ബാക്കിൽ അലനും സീനും. നമുക്ക് കാറിൽ പോകാൻ കഴിയില്ല, കാരണം ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ പോകുന്ന എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പെരേക്കാണ്. അടുത്ത പെരയിലെത്തി. ഞാൻ ബൈക്ക് ഇവിടെ നിർത്തി താഴത്തേക്ക് ഇറക്കണില്ല, കാരണം ഇവർ രണ്ടാളും പിന്നെ വരുമ്പോൾ വെയിലുകൊണ്ട് നടക്കണ്ട. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നടക്കാമെന്ന് ചോദിച്ചാൽ അത്രയും കെയറിങ് ഉള്ള ഒരു ഭർത്താവുകൊണ്ട് അല്ലേ. അലൻ ആദ്യമായിട്ടാണ് ഈ പെരേക്ക്. സബ്സ്ക്രൈബേഴ്സ് പറയൂ, അലൻ മോനെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു കുട്ടി ഇങ്ങോട്ട് വാ. നോക്കിക്ക്, ഇതിലെ വെള്ളമൊക്കെ ഈ ഒരു ലെവലായിട്ടോ. നല്ല മീനാണോ അതോ പാമ്പാണോ എന്നറിയില്ല. എത്രയോ വട്ടം ഇതിൽ വാപ്പയും വീണിട്ടുണ്ട്, ഞാനും വീണിട്ടുണ്ട്. ഞാൻ വീണത് പിന്നെ നല്ല ആണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വഴി ഇനി സ്ഥലം ആൾക്കാർ കൊടുക്കുകയാണെങ്കിൽ റോഡ് ടാർ ഇട്ടരാന്ന് പറഞ്ഞിരുന്നു. ടാറല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി കഴിയും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയാലും ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, ഓൾക്കൊരു ഉപകാരമാവുമല്ലോ. ഇപ്പം നമ്മളെ അയലൊക്കത്ത് അപ്പുറത്തൊരു വീടുണ്ട്, ഈ ഒരു വീടുണ്ട്, ഇവർക്കൊക്കെ കാര്യമാവൂലേ. അപ്പം ഉമ്മ ഡെയിലി വരുന്നതാണ്. നമ്മൾ 7 ദിവസമായിട്ട് ഈ വരെയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൂച്ചക്കുള്ള തീറ്റ ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു. തീറ്റ നമ്മുടെ അയലൊക്കക്കാരിട്ട് കൊടുത്തിരുന്നു. നമുക്കിനി അലയ ഒറ്റക്ക് നടക്കൂ. അലേഹക്ക് ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ് എന്താ അറിയോ? കൂടുതൽ ദൂരം നടക്കുക, ചെരുപ്പില്ലാതെ നടക്കുക. നമുക്ക് നടക്കാൻ കഴിയില്ലല്ലോ, ഏത് കല്ലും മെറ്റലും കൂടി ഓള് നടക്കും. സതീർത്ഥ്യം വരൂ, ഇങ്ങോട്ട് വാ പെണ്ണേ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ താഴത്തെ വീട്ടിലെത്തി. ഇവിടെ എന്തൊക്കെയാണ് പണികൾ എന്നുള്ളത് ജസ്റ്റ് നോക്കട്ടെ. ഇവിടെ ആരോ അടിച്ചൊരിക്കണോ, നല്ല വൃത്തിയിൽ കിടക്കണേ. പൂച്ചൻ്റെ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞു. ഓല് വരാൻ നിൽക്കുന്ന ടൈമിൽ ഓലെ വണ്ടി കേടന്നു, പിന്നെ ഒരു പൂച്ചനെ കൊണ്ടുപോയില്ല. ഇനി ഓലിക്ക് പൂച്ചനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചു നോക്കണം. അപ്പോൾ ഈ വീഡിയോ കാണിക്കുമ്പോൾ നമ്പറിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ ഈ പൂച്ചനെ വേണമെന്നുള്ളവർ ഒന്നും പാടെ എന്നെ വിളിക്കിട്ടോ. അങ്ങോട്ട് പൂച്ചൻ്റെ അടുത്തേക്ക് പോകല്ലേ. അവളെ വിചാരം അപ്പോൾ അതൊന്നും കാട്ടൂല എന്നാ. കാട്ടൊന്നുമില്ല, എന്നാലും ഒരു പേടിയല്ല നമുക്ക്. വാ. അങ്ങനെ കഴിച്ച് നമ്മൾ താഴത്തെ പെരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ പെര എപ്പോഴും കാണിക്കല്ലേ നോക്കലേ, മടുത്തു പോയി നിങ്ങൾ പറയുമെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു വീട് തന്നെയാണ്. എൻ്റെ കാര്യം ഓളുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെര ഇഷ്ടം, ഈ ശരിക്കും ഈ പെര ഇഷ്ടപ്പെടും. കാരണം എന്നെ കെട്ടിച്ചു കൊടുക്കുന്നത് ഈ വീട്ടിലോട്ടാണ്. പിന്നെയാണ് നമ്മൾ ഇവിടുന്നാണ് അവിടേക്കൊക്കെ പോയത്. അലേഹയും ജനിച്ചത് ഈ വീട്ടിൽ നിന്നാണ്. അലൻ ജനിച്ചത് എവിടുന്നാണ്? ഈ വീട്ടിൽ നിന്നാണ് അല്ല, അലൻ ജനിച്ചത് ആ വീട്ടിൽ നിന്നാണ്. അലൻ ഇതിൽ താമസിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അലൻ കാണുമ്പോൾ മുതലേ അവിടെയാണ്. അലേഹ ഇവിടെയായിരുന്നു. പക്ഷെ അലേക്കൊന്നും അത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഈ ഒരു പ്രായത്തിലൊക്കെ ആണെങ്കിൽ അലേക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് അലേക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. എന്ന് കുറച്ച് കഴിഞ്ഞ് ഓൾക്ക് ബുദ്ധി വെച്ച് തരുമ്പോൾ ഉമ്മച്ചേ ഇത് ഏതാ പെര, അല്ലെങ്കിൽ ഉപ്പച്ചേ ഈ പെരയിൽ എങ്ങനെ ഞാനെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയും. മറ്റേന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലനൊക്കെ ഓൾറെഡി ജനിച്ച് വളർന്നതൊക്കെ അവിടെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു വീടാണല്ലോ ഈ വീട്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ, ഇപ്പം ഇങ്ങോട്ടൊക്കെ വീട്ടിലേക്ക് നനച്ചുള്ളി പണികൾ ആരംഭിച്ചിട്ടുണ്ടാവും. ചിലയിടത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലയിടത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഇതുവരെ നനച്ചുള്ളി പണിക്ക് നിന്നിട്ടില്ല. കാരണം ആ പെരയിൽ കൂടുതൽ നനച്ചുള്ളി പണി കാര്യം വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കത് നേരാക്കുന്നുണ്ട്. ഇവിടെയും നേരാക്കിയായിരുന്നു. ഉമ്മ ഉള്ള സമയത്ത് ഇവിടെയൊക്കെ നേരാക്കിയായിരുന്നു. ഉമ്മ അവിടുത്തെ പണി കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ മുറ്റൊക്കെ അടിച്ചൊരു കുറച്ച് നേരം ഇവിടെ നിന്ന് നാട്ടിലോടൊക്കെ വർത്താനം പറഞ്ഞ് കുശലം പറഞ്ഞിട്ടൊക്കെയാണ് അങ്ങോട്ട് വരവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പണി, കൂടുതൽ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആളെ വിളിച്ചിട്ട് ചെയ്യാം. അല്ല നമ്മളെ കൊണ്ട് ഒതുങ്ങുന്ന പണിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം അതിനായിട്ട് മാറ്റി വെക്കാം. അവിടുത്തെ പണി എന്തായാലും ഞാൻ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ തന്നെ വേണം. കാരണം എത്തിപ്പിടിച്ച് നമുക്കൊന്നും കയറാൻ കഴിയൂല. മൊത്തത്തിലൊന്നും ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അവിടെ അല്ലേ മണ്ണ് കളിക്കാനുള്ളത്. കാരണം 4 പുറം മതിൽ കെട്ടിങ്ങാണ്ട് അടച്ചിട്ടിറക്കല്ലേ, പിന്നെ ഫുള്ള് പുല്ലും. ഇവിടെ നോക്കിയേക്കാ മണ്ണിക്കളി നോക്കിയേക്കാ. മക്കള് മണ്ണ് കളിക്കണം, അതെനിക്കറിയില്ല. മണ്ണ് കളിക്കണം, മണ്ണിൽ നടക്കണം, മഴ കൊള്ളണം, തണുത്ത വെള്ളം കുടിക്കണം. അല്ലാതെ ഫ്ലാറ്റിൽ മാത്രം ഒരു കുട്ടി ജീവിച്ച് എന്ത് പണ്ടത്തെ മണ്ണായാലും ഇപ്പത്തെ മണ്ണായാലും ഇപ്പൊ തന്നെ സിമെന്റും കബറിലൊന്നല്ലല്ലോ കടത്തുന്നു. ഇപ്പോഴും മണ്ണ് തന്നെയാണ്. മണ്ണെന്നും മണ്ണാണ്.
മണ്ണിനൊരു മാറ്റമല്ല, മനുഷ്യന്മാർക്ക് മാത്രമേ മാറ്റമുള്ളൂ. മൂത്രം പണ്ട് മൂത്രം വയ്ക്കാതെ ആൾക്കാർ നടന്നിരുന്നു. മണ്ണിനൊരു മാറ്റമല്ല, മണ്ണിൽ വിളക്കുന്ന മനുഷ്യന്മാർക്കാണ് പല മാറ്റങ്ങളും സംഭവിച്ചത്. റബ്ബർ വെച്ചു, പണ്ട് ഫുള്ള് കൃഷിയാണ്. മണ്ണിന് ഇതുവരെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ പല കൃഷികളും ഇവിടുന്ന് പോയപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ട്. അതേമാതിരി ജീവജാലങ്ങൾ കുറേ നശിച്ചുപോയി. ഇപ്പോൾ കുറേ എണ്ണത്തിന് എന്തായി, ഇപ്പം തവളയുടെ സൗണ്ട് കാര്യമായിട്ട് കേൾക്കുന്നുണ്ടോ? അതാണ് കുറേ സംഭവങ്ങൾ എന്തായി എന്നേക്കുമായിട്ട് ഇല്ലാതായി പോകുന്നുണ്ട്. അല്ലേ? വാ കയറി വാ, മതി മണ്ണ് കളിച്ച കേട്ടോ. നമ്മൾ ഈ കുട്ടികൾ മണ്ണ് കളിക്കേണ്ട, അത് എടുക്കേണ്ടത്, അതാണ് ഇവറ്റേക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയും. അത് ഓടി കളിക്കണം, കച്ചറ ഉണ്ടാക്കണം, ഒക്കെ ചെയ്യണം. ഇങ്ങോട്ട് വാ. അതിട്ട് എന്നും കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചാൽ പൂച്ചക്കൂടിൽ ഞാടും കേട്ടോ. ഇവിടെ ഒരാളെ വിളിച്ചിട്ട് പണിയെടുക്കേണ്ട കേസൊന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ മൊത്തത്തിൽ. അല്ലേ? ഒരു മാറാല തട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്കൊരു മാറാല തോട്ടി കൊടുന്നു കഴിഞ്ഞാൽ തട്ടേണ്ട ആവശ്യം മാത്രമേ എനിക്കിതിൽ കാണാനുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് ഒരു കച്ചറി ഇവിടെ കാണാനില്ല ഗൈസ്. നല്ല വൃത്തിയിൽ തന്നെയാണ് വീട് കിടക്കുന്നത്. അതിനുള്ള ക്രെഡിറ്റ് നമുക്ക് ഉമ്മാക്ക് കൊടുക്കണം. ഓക്കെ, കാരണം ഈ വീട് ഇത്രയും ഉമ്മ പിന്നെ കൊണ്ട് നടക്കും കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള സ്ഥലം ഏതാണെന്നറിയോ? ഏതാ? അങ്ങനെ എനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്നോ, അതായത് അന്ന് സീനും ഇവിടെ അല്ലേ ഗൈസ്, നിങ്ങൾക്ക് അറിയോ? അന്ന് അലേഹ പ്രസവിച്ച് 40 അല്ലേ? 40-ാമക്കാണ് വാപ്പ മരിക്കണത് ഗൈസ്. ആ ടൈമിൽ ആ കട്ടിൽ, വാപ്പാൻ്റെ കട്ടിൽ തന്നെ ഇവിടെ ഇട്ടുങ്ങാണ്ട് ആ മുഖം തുറക്കണ ആള് അല്ല, അത് വാപ്പാടെ ഏട്ടൻ്റെ മകൻ, ജ്യേഷ്ഠൻ്റെ മകൻ. അവര് പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തം വാപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര ദയനീയാണ്. ആ സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്. ആ ഗ്ലാസ് ഞാൻ ഉണ്ടല്ലോ, അതായത് ആ സമയത്തിലൂടെ കടന്നുപോയ ആളുകൾക്കാണ് ആ സിറ്റുവേഷൻസ് മനസ്സിലാവുള്ളൂ. അതായത് എനിക്കിങ്ങനെ നമ്മുടെ ഈ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനൊരു വടി തരൂലേ, എന്നോടത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് വിരലിങ്ങനെ പിടിച്ചെങ്ങാണ്ടത് ക്ലീൻ ചെയ്യാൻ എന്നെ കൂടെ പറ്റിയത്. എൻ്റെ കൈ ഇങ്ങനെ വർക്കേനി. അപ്പോൾ കുറച്ച് ഇമോഷണലായി പോയി. നിങ്ങൾക്കൊക്കെ അതേപോലത്തെ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരുണ്ട്. നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ അത് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാവും. അല്ലേ? എന്ത് അത് ഒരിക്കലും മറക്കാൻ കഴിയും. അത് ഈ പെരയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഈ പെരയിൽ എന്നുള്ളതല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക്ക്. ആകെ നമ്മൾ ഫുൾ ഇമോഷണലായി ഗൈസ്. ഓക്കെ, ഇത് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല, മെയിനായിട്ട് അത് പറഞ്ഞു പോയപ്പോൾ അങ്ങനെ ഓർത്തു പോയതാണ്. എല്ലാവരുടെ ലൈഫിലും ഇതേമാതിരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി എന്നാണ് ഉമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ഇൻഷാ അല്ലാ തിങ്കളാഴ്ച വരും. ശനിയാഴ്ച വരണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു, തിങ്കളാഴ്ചയാണ് വരുന്നത്. കാരണം ട്രെയിനിൻ്റെ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിങ്കളാഴ്ചക്ക് ഉച്ചക്ക് 1 മണിക്കാണ് ട്രെയിൻ എടുത്തു കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും ഇൻഷാ അല്ലാ ഉമ്മ എത്തും. അതെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഉമ്മ ഉള്ളപ്പോൾ നനച്ചുള്ളി പണി എടുക്കാം അല്ലേ? ഉമ്മ ഉള്ളപ്പോൾ കഴിച്ച് നമുക്ക് നനച്ചുള്ളി പണികൾ എടുക്കാം. ഇനി എത്ര ദിവസം ഉണ്ട് കറക്റ്റ്? 18-ാം തീയതി ആണെന്ന് തന്നെയാണ് നമ്മുടെ ഒരു അറിവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 6-ആണ്. ഇനിയും 12 ദിവസമുള്ളൂ. അപ്പോൾ ആ 12 ദിവസത്തിനുള്ളിൽ നമുക്ക് നനച്ചുള്ളിപ്പണി കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കി വൃത്തിയാക്കി പെരയിലേക്കുള്ള സാധനങ്ങളൊക്കെ നോമ്പിന് 30 ദിവസത്തിനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം ഗൈസ്. ഇനി അങ്ങോട്ട് നോമ്പ് ഡേ ആണ് അല്ലേ? നോമ്പ് ഡേ, എല്ലാ നോമ്പും നമുക്ക് നോക്കാൻ പറ്റട്ടെ. എന്താണ് ഞാൻ എൻ്റെ സർപ്രൈസ്? നോമ്പിന് എൻ്റെ വീട്ടിൽ പോവാ. അതിൻ്റെ ഛർദ്ദിച്ചിങ്ങനെ തുടച്ചെടുത്ത നോമ്പിന് എൻ്റെ വീട്ടില്ല. അതെന്തേ? അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോണോ? ഞാൻ കഴിച്ച് 30 ദിവസം ഞാൻ ഇവിടെ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കാന്നൊക്കെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ട് ഓള് പറയാം ഞാൻ എൻ്റെ അടുക്ക് പോകുമെന്ന്. ഞാൻ ഓളെ ഈ വീഡിയോയിൽ എത്രയോ വട്ടം ഞാൻ ഓളെ എപ്പോഴും എല്ലാ മാസത്തിലും ഓളോൾക്ക് പോകുന്നുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ മനസ്സിലാക്കേണ്ട എന്താ, ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ. അങ്ങനെയല്ല, ഞാൻ ഒറ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ പണി, എല്ലാവരും പാടെ ഒരുമിച്ച സംഭവങ്ങളാണ് ഈ വ്ളോഗും കാര്യങ്ങളും അതിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളും. ഈ എൻ്റെ പോയി നിന്നാൽ അതൊന്നും നടക്കൂലല്ലോ. ഇപ്പൊ എല്ലാരും ഒത്തുപിടിച്ചുകൊണ്ടാണല്ലോ ഒരു വീടുണ്ടായതും ജീവിത സാഹചര്യം മൊത്തം മാറിയതും മൊത്തത്തിലൊക്കെ സെറ്റായത്.
അപ്പൊ എല്ലാം ആയിച്ചിട്ട് നമ്മള് എന്താക്കരുത്, ഇനി ഇന്റെ പണികളൊക്കെ നോക്കരുത് എന്ന് പറഞ്ഞാൽ ഇതാക്കരുത്. ഒന്ന് ലൈഫിൽ ഒന്ന് സെറ്റിൽഡ് ആവുക അല്ലേ. നമ്മളിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. വെള്ളിയാഴ്ച ആയിട്ട് ഒരു ചിക്കനും മീനൊക്കെ അവിടെ ഉണ്ടായിട്ട് ഒരു സാധനം അവിടെ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആ മീൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. അത് എയർ ഫെയറിലേക്ക് വെച്ചില്ലല്ലോ. പളഞ്ഞ് പള്ളി പിരിഞ്ഞു വന്നിട്ട് വെക്കാം. അനക്ക് എന്താ വേണ്ടി, ബിരിയാണി വേണോ? ഞാൻ അവളോട് പണി എടുക്കണ്ടെന്ന് പറഞ്ഞാ എന്താ, വേറെ ഒന്നുമില്ല. ഞാൻ ഇവൾക്ക് ഒറ്റക്ക് മാത്രം വെച്ചാൽ മതി, വേറെ ആർക്കും വേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയുക, ഇജ് ഇവൾക്ക് ഒറ്റക്ക് വെക്കുന്നതിന് അടുക്കള മൊത്തവും വൃത്തിയാക്കേണ്ടി വരും. അപ്പൊ പിന്നെ വൃത്തിയാക്കണതിന് ഞാനും കേൾക്കേണ്ടി വരും. അതിന് ഞാൻ പറയാം, ഇവൾക്ക് ഒറ്റക്കുള്ള ഫുഡല്ലേ ഞാൻ വാങ്ങിത്തരാം, ഈ മക്കളെ കാര്യം മാത്രം നോക്കി നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കേക്കിനേന് കുറച്ച് പരിധിയുണ്ട്. ഒന്ന് കുറയും. മറ്റേ എന്നിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഡിപ്രഷൻ, ഭയങ്കര ഡിപ്രഷൻ. 2 മക്കളും പിന്നെ പണി തുടക്കൽ. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല, എന്നാൽ കുറച്ചായിട്ട് ചെയ്യാം, എനിക്ക് ആവുമ്പോ ചെയ്യാം. അവൾക്ക് ചെയ്ത സാധനം ഒക്കെ ചെയ്യണം. ഞാൻ കുട്ടി കരഞ്ഞാലും വേണ്ടില്ല, ആ തുടക്കണല്ല. ചിലത് ഞാൻ തൊഴിച്ചിടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൃത്തിയാക്കും. അല്ലല്ല, വൃത്തിയാക്കും, ഞാനത് വൃത്തിയാക്കും. എന്റെ പിന്നാലെ ഇവള് നടക്കും. ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണില്ല, എന്റെ പിന്നാലെ മാറൂല. ഞാൻ അനാറ് തിന്നു കഴിഞ്ഞാൽ അതിന് 2 അനാറ് എടുത്തിട്ട് ഓള് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് അത് ഇന്റെ നെന്നത്തേക്ക് ഇട്ട് ചൂടാവും. ഇവള് കാരണമാണ് എനിക്ക് വീട്ടില് പലതും ഞാൻ കേൾക്കേണ്ടി വരുന്നത്. സത്യം. ഫുള്ള് ഇവള് കാരണം ഞാൻ കേൾക്കണം. ഞാൻ ഒരുവിധ സാധനങ്ങളൊക്കെ മാറ്റി വെക്കും. ആ വെള്ളം എടുത്ത് ആ വെള്ളം തട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇവളോട് ഞാൻ പിന്നെ അങ്ങനെ ചൂടാവലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്ത് അങ്ങനെ ചൂടാകല്ല പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് മുതൽ ഇനി ഒരു പണി എടുക്കണ്ട, എന്താണ് ഒക്കെ പാർസൽ വാങ്ങി തരാം. ആ പണിയല്ല, കുക്ക് ചെയ്യരുത്. അടിച്ചൊരു തുടക്കലൊക്കെ ഈ എടുത്തു, അതൊന്നും പ്രശ്നമല്ല. കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം കുക്ക് ചെയ്യാൻ ഓൾക്കുള്ള ഫുഡ് മാത്രല്ല ഞാൻ വാങ്ങി കൊടുത്തോണ്ട്. കാരണം കുക്ക് ചെയ്ത് കഴിഞ്ഞാല് കുക്ക് ചെയ്യണത് ഓൾക്ക് ഇഷ്ടമുള്ള കാട പൊരിച്ചതും ഓൾക്ക് ഇഷ്ടമുള്ള കാട പൊരിച്ചതും മസാല കൂട്ടലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനുള്ള ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും. എന്തിനാ അതിന്റെ ആവശ്യം? ഓൾക്ക് കാട എന്ത് വേണമെങ്കിലും പുറത്തുനിന്ന് പൊരിച്ചിട്ട് ഇവിടെ കൊടുക്കുന്നത്, ആ മാവ് മാത്രം വൃത്തിയാക്കിയതല്ലോ. അതിനെന്നെ ഇവിടെ ഇന്റെ പണികൾ തീരണ്ടേ, എനിക്ക് വെച്ചുണ്ടാക്കി തിന്നണ്ടേ. അപ്പൊ അത് വേണ്ട. അപ്പൊ കുട്ടികൾ കഴിയുമ്പോ അതിൽ ഈറ വരും. അതാണ്. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാ, ഇതിനെ നോക്കുക, പാർസൽ വാങ്ങുക, അത്രയല്ലേ ഉള്ളൂ. ആളില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. നല്ല രസമാണ്. കുറെ പഠിക്കാനും ഉണ്ട്, കുറെ ചിരിക്കാനും ഉണ്ട്, കുറെ മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോ പിന്നെ കുറെ വലിയ പേരായാലും 2 മക്കൾ ഒരേ പ്രായത്തിലായാലും പിന്നെ എല്ലാം പാടെ ചിലപ്പോൾ നമുക്ക് നടത്തുമെന്ന് വരില്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്താക്കും, ഇങ്ങനെ ഓരോന്ന് പഠിക്കും. അപ്പോൾ ഈ എക്കാസക്കുള്ളവർക്ക് എന്നും പ്രശ്നം തന്നെ. ഇപ്പോൾ എക്കാസക്കയിൽ പെട്ട ആളാണ്. കാരണം അവർക്ക് ഭയങ്കര ഒസ്വാസിന്റെ ആളാണ്. അത് ഈ തുടച്ചത് തന്നെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് പിന്നെ ഒരു പണി ഞാൻ എന്താ വെച്ചാ അങ്ങനെയല്ല ഗൈസ്. ഒരു സാധനം കഴിയാ അപ്പൊ ആ ടൈല് തുടക്കുക, പിന്നെ അവിടെ തന്നെ നുറുക്കുക, പിന്നെയും ടൈല് തുടക്കുക. ഇതാണ് അടുക്കളയിലെ പണി. പിന്നെ പണി തീരൂ. മൊത്തം നുറുക്കി കഴിഞ്ഞാൽ അടുക്കള ഒറ്റ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ തീർന്നു. അതൊന്നല്ല ചെയ്യാ, മൊത്തം അപ്പൊ ഇങ്ങനെ ചെയ്തോടുക്കും പണികള്. ഓക്കെ, ഒറ്റ പണി ചെയ്താ പോരെ, ഇടക്കിടക്ക് ഇങ്ങനെ കഴുകണ്ടല്ലോ. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിലൊക്കെ ഈ തൊടിയില് ഇങ്ങനത്തെ ഒരു ആളെ തൂക്കിയിട്ടിരിക്കണേ. ഇതൊക്കെ ഉച്ച ടൈമിലോ അല്ലെങ്കിൽ രാത്രിയോ കണ്ടു കഴിഞ്ഞാല് എന്താ ഉണ്ടാവുക? അതെന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയോ? ചിലപ്പോ പ്രാന്താവും. പിന്നെ ഇത് എന്തിനു വെക്കണമെന്ന് എനിക്ക് മനസ്സിലായോ? ചിലര് കരിങ്കണ്ണ നോക്ക്, നമ്മുടെ കണ്ണ് തട്ടാതിരിക്കാൻ അങ്ങനെയൊക്കെ പറയും. ചിലവരത് കുമ്പളങ്ങ കെട്ടി തൂക്കണ കാണാം. പിന്നെ നമ്മളോട് അതിന്റെ ആവശ്യമില്ല. അല്ല, ഞാനാ ഉദ്ദേശിച്ചത് കരിങ്കണ്ണ എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഈ കേറിക്കോ, അന്നെ വീഴ്ത്താതെ ഞാൻ കൊണ്ടുപോവാ. വീണ 3, 2 നമ്മൾ എത്ര ആളുണ്ട്? നമ്മൾ 4 ആളുണ്ട് അല്ലേ? 4 ആള് താഴത്തുണ്ടാവും. ഇപ്പൊ മക്കളുടെ എണ്ണം കൂടുകൊണ്ട് കറക്റ്റ് എണ്ണം അറിയുന്നില്ല. നമുക്ക് ഈ എണ്ണം കൂട്ടി 5 ആക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ പോവാണേ. എന്നെ കൊണ്ടുപോവില്ല. കിടക്ക് നടന്നു പോയത്, പിന്നെ ഇതിനോട് വന്ന് ഇമാതിരി പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വണ്ടി 2 ദിവസം മുന്നേ എൻ്റെ തുണക്കാരന്മാർ കൊണ്ടുപോയതാ.
ഒരു പെട്രോൾ അടിക്കാതെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ. ഞാൻ ഇതുകൊണ്ട് ഇറങ്ങിയപ്പോൾ എണ്ണ കഴിഞ്ഞു. ഇനി എന്താക്കൂ? കാറിൽ പോന്നാൽ മതിയായിരുന്നു അല്ലേ? ഞാൻ ഇവിടെ പണി നടക്കുന്നുണ്ട്, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതാണ് ഉന്തി 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 കൊയങ്ങി. ഇനി ഇവിടെ നിർത്തി കഴിയുമ്പോഴേക്കും പണിയാവും. നമുക്കൊരു പണി ചെയ്യാം. എൻ്റെ ഫുഡ് എയർ ഫെയറിൽ വെച്ചിങ്ങാണ്ട് കാറിൽ പോയിട്ട് ഇങ്ങനെ തന്നെ നിന്നോ, കാറ് കയറിയിരുന്നോ? ഞാൻ പെട്ടെന്ന് കുളിച്ച് ഇറങ്ങാം. നിങ്ങൾക്ക് പള്ളിക്കും കയറാം. അനക്ക് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് ഫുഡും കഴിക്കാം. എന്നാ പാർസൽ വാങ്ങി തന്നാൽ മതിയോ? അപ്പൊ തുമ്മിയതല്ലേ ഈ ഞാൻ എന്താ കാട്ടണേ? ഗൈസ്, 1 കിലോമീറ്റർ ആയിട്ട് ഞങ്ങൾ നടക്കുക ഈ വെയിലത്ത്, പോയും വെയിലത്ത്. മക്കളൊക്കെ ആകെ കുടുങ്ങി, തലമണ്ടൊക്കെ പൊട്ടുന്നു തോന്നുന്നുണ്ട്. വാ, ഈ കുട്ടിയൊക്കെ അതാ ചൂടെടുക്കണേ. ആ